ഹലോ ഓൾ, വെൽക്കം ടു ക്ലാസിക് ഫ്ലേവേഴ്സ്. ഇന്ന് ഉലുവയില വെച്ചിട്ട് ഒരു തോരനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടത്തിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഉലുവയില തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉലുവയില എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് 2-3 പ്രാവശ്യമെങ്കിലും കഴുകി എടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ആ മണ്ണൊക്കെ കടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 3-4 തവണയെങ്കിലും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഇത് നമ്മളൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. 5 to 7 മിനിറ്റ്സോളം നമുക്കൊന്ന് കുക്ക് ചെയ്യാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ ആ വെള്ളം ഇറങ്ങി വന്നോളും. ഈ ഒരു തോരനിലേക്ക് ഞാൻ വേവിച്ച് ചെറുപയർ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകിയതിന് ശേഷം കുക്കറിലിട്ടിട്ട് 3 വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം വേവിക്കാൻ. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വെള്ളം മുങ്ങി കിടക്കുന്ന പാകത്തിലുള്ള വെള്ളം മാത്രം ഒഴിക്കുക. വെള്ളം കൂടിപ്പോയരുത്, അതേപോലെ കുറഞ്ഞും പോയരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ നിങ്ങൾ ആ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. അത് ഓൾമോസ്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. നമ്മൾ ഇട്ടതിൻ്റെ നേരെ പകുതിയായിട്ടുണ്ട് ഇപ്പോൾ അത്. ഇനി നമ്മൾ കുക്ക് ചെയ്ത ചെറുപയർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് നോക്കണം. എനിക്ക് ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. ഇനി 1/4 കപ്പ് തേങ്ങ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം എങ്ങാനും ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് വറ്റി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിടാം. ഇനി ഇതിൻ്റെ താളിപ്പൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. ആദ്യം തന്നെ ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുത്തരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ സവാള അരിഞ്ഞതും 8 വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ആയതിന് ശേഷം നമുക്ക് നേരെ നമ്മുടെ തോരനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. മാത്രമല്ല ഇതിൻ്റെ ടേസ്റ്റും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഉലുവയിലയാവുമ്പോൾ അറിയാമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയൊരു തോരനാണിത്. വീക്ക്ലി 1 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇലക്കറികൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.